ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ മാമിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയൊരു വിശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ദേ ഈ പൂച്ചേനായിട്ട് കമ്പനിക്ക് കേട്ടോ. ഇവിടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്. പൂത്തിരി എന്നാണ് പേര്. കുറച്ച് നേരം എൻ്റെ മടിയിലൊക്കെ ഇരുന്നിട്ട് പിന്നെ മെല്ലെ മൂപ്പരുടെ ലൈഫിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വന്നത് പ്രമാണിച്ച് ഇവള് സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെൻ്റെ മാമയുടെ മോളാണ്. അപ്പോൾ അവളോട് ഞാൻ വീഡിയോയിൽ നോക്കിയിട്ട് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവൾ കാണിച്ച കോക്കൃത്തരാണ് ഈ കാണുന്നത്. അടുപ്പത്തൊക്കെ കുട്ടി അരിയൊക്കെ ഇട്ടിട്ടാട്ടോ വയ്ക്കുന്നത്, കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കഥാനായകൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പോയിട്ടൊരു ഡയറി മിൽക്ക് എടുത്ത് കഴിച്ച്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ അരിയൊക്കെ അവൾ ഊറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും അവളെ പണിയെടുപ്പിക്കേണ്ടതെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ ഞാൻ ഊറ്റി വെച്ച അരിപ്പാത്രത്തിൽ നിന്ന് 10-12 വറ്റ് കണ്ടുപിടിച്ചിട്ട് ഊറ്റി കൊടുത്ത്. ഇതൊക്കെയല്ലേ ഒരു രസം. പിന്നെ സഹായിച്ചില്ല എന്ന് പറയരുതല്ലോ. ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ കാരണവന്മാർ ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കുകയെന്ന്. ഇത് ആദ്യമായിട്ടാണ് ഇലയായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു സൈക്കോനെ ഞാൻ കാണണത്. പിന്നെ അതിനൊക്കെ ശേഷം നമ്മുടെ ആളെ എനിച്ചു നട്ടുച്ച വാക്കിനിറങ്ങി പോക്കി അവസാനം പൂച്ചയുടെ അടുത്തെത്തി. ഇവിടെ വന്നപ്പോൾ ഭയങ്കര കമ്പനിയായിട്ട് പൂച്ചേനായിട്ട്. കാരണം ഇവിടെ കുറച്ച് അകലെ നിന്നാണ് പൂച്ചേനെയൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എത്തി ഭയങ്കര സന്തോഷമായി. നോക്കുമ്പോൾ പിന്നെ ഒരു പൂച്ചയും കൂടി കടന്നു വന്നപ്പോൾ എൻ്റെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി, ഡബിൾ ഹാപ്പി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നാൽ എൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പേടിയൊക്കെ ഉണ്ട് അടുത്ത് പോയി നിൽക്കാൻ. ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ വളർത്തുന്ന ആ പൂത്തിരി പൂച്ചേനെ ഒന്ന് പോയിട്ട് പീച്ചും ചെയ്തിട്ടാണ്. അപ്പോൾ പിന്നെ അത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.